ക്രോഷ്യ ടുലിപ്പ് ഫ്ലവർ സ്റ്റിച്ച് ട്യൂട്ടോറിയൽ ഞാൻ 3 കളർ കോട്ടനെയാണ് 4 ക്രോഷ്യ ഹുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബേസ് ആയിട്ടുള്ള സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഞാൻ ഓൾറെഡി ചെയ്തു. അതിൻ്റെ സ്റ്റിച്ച് കൗണ്ട് മസ്റ്റാണ് കേട്ടോ. മൾട്ടിപ്പിൾസ് ഓഫ് 3+2 ആണ് ഞാൻ ആഡ് ചെയ്തത്. പിന്നെ ഗ്രീൻ കളറായിട്ടുള്ളത് ആഡ് ചെയ്തു. 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. സ്കിപ്പ് 1. രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ആഡ് ചെയ്തു. ഇനി ചെയിൻ 1, ചെയിൻ 2, വീണ്ടും സെയിം സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യയും കൂടിയും ആഡ് ചെയ്യും. അപ്പോൾ ഒരു വി സ്റ്റിച്ച് പാറ്റേൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യാണ്. സ്കിപ്പ് 2, ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ചെയിൻ 2, സെയിം സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ആഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഈ ഒരു റോ ഫുൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. വീണ്ടും ലാസ്റ്റ് എത്തുമ്പോൾ സ്കിപ്പ് 1 ഡബിൾ ക്രോഷ്യ ടു ലാസ്റ്റ് സ്റ്റിച്ച്. അപ്പോൾ ഈ ഒരു ഗ്രീൻ പാറ്റേൺ കഴിഞ്ഞു. ഇനി ടുലിപ്പ് ഫ്ലവറിൻ്റെ കളറാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ ലൈറ്റ് പിങ്ക് കളർ ആഡ് ചെയ്തു. ചെയിൻ 3 ചെയ്തു. ഈ വി സ്റ്റിച്ചിലൊക്കെ ടുലിപ്പ് ഫ്ലവേഴ്സാണ് ആഡ് ചെയ്യുന്നത്. എക്സ്ട്രാ 1 മോർ ചെയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു വി സ്റ്റിച്ചിൽ 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടലി 5 ടുലിപ്പ് ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ. ഈ ഒരു വി സ്റ്റിച്ചിൽ 5 ഡബിൾ ക്രോഷ്യേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹുക്ക് മെല്ലെ ഊരിയെടുക്കുക, വർക്കിംഗ് ലൂപ്പ് കളയാത്ത രീതിയിൽ. എന്നിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വർക്കിംഗ് ലൂപ്പിനെ മെല്ലെ ഗ്രാബ് ചെയ്തിട്ട് ആ ഒരു ലൂപ്പ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ സ്റ്റിച്ചാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ടുലിപ്പ് ഫ്ലവറായിട്ട് മാറുന്നത്. വീണ്ടും ചെയിൻ 1, ചെയിൻ 2 ചെയ്യും. അടുത്ത വി സ്റ്റിച്ചിൽ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. ഇതുപോലെ 4 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്ററും നിങ്ങൾക്ക് ചെയ്യാം, 5 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്ററും ചെയ്യാം. രണ്ടും ചെയ്താലും ടുലിപ്പ് ഫ്ലവറിൻ്റെ പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഭാഗം ലാസ്റ്റത്തെ ലൂപ്പ് 5th ഡബിൾ ക്രോഷ്യൻ്റെ ലൂപ്പ് കളയാത്ത രീതിയിൽ വേണം ആ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യാൻ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം. ഇതുപോലെ നീറ്റായിട്ട് ചെയ്തിട്ട് ചെയിൻ 2 ചെയ്യും. ലാസ്റ്റ് സ്റ്റിച്ചിലെത്തുമ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ മാത്രം ആഡ് ചെയ്തിട്ട് ആ ഒരു റോ കംപ്ലീറ്റ് ചെയ്യും.